Hello. Hello. Hello, good afternoon. Good afternoon. Chinnu. Abu Dhabi nalla Chinnu. എന്നെ ഒരിക്കലും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണില്ല കേട്ടോ. ഞാൻ എന്റെ വായിൽ വന്നിരുന്നു പക്ഷെ തെറ്റിയാൽ തകർന്നു പോകും ഞാൻ അതുകൊണ്ടാണ് പറയാതിരുന്നത്. അയ്യോ ചിന്നു എന്താണ് വിശേഷം? അടുത്ത ദിവസം ചിന്നു എന്ന് പറയും അല്ലേ വിശേട്ടാ? നമ്മൾ അടുത്ത പ്രാവശ്യം ചിന്നുവേന്ന് വിളിക്കും. പക്ഷെ ഞാന് ഒരു 2 weeks മുൻപ് വിളിക്കുമ്പോ ഋതു പറയാറുണ്ടായിരിക്കും. എനിക്കൊരു ഹലോല് പെട്ടെന്ന് കിട്ടിയില്ലെന്ന് അതാണ്. ഇനി നാളെ വിരീക്ഷണം പറയാൻ നോക്കട്ടെ. നാളെ പറയും. ഞാൻ കുറെ ആൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരാളുടെ ഒരു മാറ്റേ ആ ചേച്ചി അന്ന് പറഞ്ഞതിന് ശേഷം പ്ലെയിൻ ഷർട്ട് പിന്നെ ഇട്ടിട്ട് ആണല്ലേ? ഇന്നലെ പ്ലെയിൻ ആയിരുന്നോ? ജീൻസ് ഷർട്ട് ആയിരുന്നു. ഓ ആണോ? എനിക്കറിയാം ഇതൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഓർത്ത് വെച്ചത് ഇന്നലെ ഇട്ട്. സാധാരണ ഞാൻ ഓർത്ത് വെക്കാറില്ല. കണ്ട അപ്പൊ അത് മനസ്സിലുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്നെ ട്രോളാൻ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ട് എനിക്കറിയാം. അല്ല അപ്പൊ മനസ്സില് അതുണ്ട് കേട്ടോ. അതുകൊണ്ട് ഷർട്ട് എടുക്കുമ്പോ ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഇടില്ല കേട്ടോ. ഇന്നലെ പ്ലെയിനാണ് ഇട്ടത്. ചിന്നിപ്പോ പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കണേ വരെയുള്ള ഷർട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ഈ പറഞ്ഞ ആൾ എന്ത് ചെയ്യുന്നോ കാണുന്നില്ല ഇപ്പൊ. പുള്ളിയെ കാണുന്നില്ല ഇപ്പൊ. ഓക്കെ. അപ്പൊ ചിന്ന എക്സ്പേർട്ട് ആണോ ഇങ്ങനെ തറുതല പറയാൻ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഈ മൊബൈൽ ഫോൺ ഫോട്ടോ എടുക്കാറുണ്ടോ? ഇന്നലെ എന്റെ കാല് മുറിഞ്ഞു. ശരിക്കും എന്ത് പറ്റി? അച്ഛന്റെ വീട്ടിൽ നല്ല തണുപ്പാ. നല്ല തണുപ്പാണ്. അച്ഛന്റെ വീട്ടിൽ നല്ല തണുപ്പാണെന്നല്ലേ? അപ്പൊ തണുപ്പാണ് കൂടുതൽ ഇഷ്ടം? പച്ച കാർപ്പറ്റ് കാണാൻ എന്ത് ഭംഗിയാ. പച്ച കാർപ്പറ്റ് പെട്ടെന്ന് അഴുക്കാവത്തില്ലേ? കറുപ്പ് പേന എഴുതാൻ സുഖം. കാർപ്പറ്റ് ബ്ലൂ പേനയാണ് നല്ലത്. സൈൻജാനിക്ക് നമുക്ക് ബ്ലൂ മസ്റ്റ് ആണ് ഇവിടെ. മുട്ടക്കറി കഴിഞ്ഞു. അപ്പൊ ഇത് മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്? ഇന്നലെ പാദസരം പൊട്ടി. എന്നിട്ട് ശരിയാക്കിയോ അത്? യാത്രകളൊക്കെ ഇഷ്ടാ. എവിടേക്ക് യാത്ര ചെയ്തിട്ടുണ്ടപ്പോ? നീ തുമ്പികള് പറന്നു പോകണം. ഇവിടെ തുമ്പികളൊക്കെ എങ്ങനെ പറന്നു പോകാറുണ്ടോ? വാച്ച് ഒരെണ്ണം മേടിക്കാണ്ട്. വാച്ച് എന്തായാലും നമുക്ക് ടൈം നോക്കേണ്ടതല്ലേ? കുറച്ചുകൂടി തണുപ്പാണ് ഇഷ്ടം. അപ്പൊ ചൂടിപ്പോയതുകൊണ്ട് പുറത്തിറങ്ങാറില്ലേ? പപ്പടം മറക്കാണ്ട്. ഇന്നെന്താ സ്പെഷ്യൽ അപ്പൊ പപ്പടത്തിന്റെ കൂടെ? മഞ്ഞ ഡ്രസ് നല്ല ഭംഗിയല്ലേ കാണാൻ? മഞ്ഞേക്കാൾ ഇപ്പൊ ഒരാൾ വിളിച്ചു പറഞ്ഞത് റെഡ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. മഞ്ഞാണ് കൂടുതൽ ഇഷ്ടം? കാറിൽ പോകാൻ നല്ല രസാ. ബസ്സിൽ ഇപ്പൊ ട്രാവൽ ചെയ്യാറില്ലേ? ജുറാസിക് വേൾഡ് നല്ല മൂവിയാട്ടോ. കണ്ടോ? 3D ആണോ കണ്ടത്? എന്റെ പേഴ്സിൽ ക്യാഷ് ഇല്ല. എന്ത് പറ്റി? ക്യാഷ് എവിടെ പോയി? രാത്രി ഇട്ടില്ല. പണിക്ക് പോണപ്പോ എന്റെ കയ്യിൽ പോയി. അതെ ചിന്നു കൊറേ ചിരിച്ചു തിന്നു. എന്താ ഇടയിൽ എന്തോ പറഞ്ഞല്ലോ മുട്ടക്കറി കഴിഞ്ഞു. മുട്ടക്കറി ആയിരുന്നു കേട്ടിട്ടുണ്ട്. കറി കഴിഞ്ഞു വിചേട്ടൻ എന്തോ അയ്യോ കോമഡി ആയിരുന്നു കേട്ടോ. വേറെ എന്തോ പറഞ്ഞപ്പോഴും എന്റെ പേഴ്സിൽ ക്യാഷ് പണിക്ക് പോണെന്ന് കേട്ടോ. പണിക്ക് പോണം. അല്ല ചിന്നു പണിക്ക് പോകാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണല്ലോ. പക്ഷെ കൊള്ളാം ചിന്നു. പക്ഷേ എന്തൊക്കെ കഷ്ടപ്പാട് കേൾക്കണം. കയ്യിൽ ക്യാഷ് ഇല്ല, മുട്ടക്കറി കഴിഞ്ഞു. അതെ വേറെന്തൊക്കെയോ പറഞ്ഞു. കാല് മുറിഞ്ഞു, പാദസരം പൊട്ടി. ഒക്കെ ട്രാജഡിയാണ്. കാല് മുറിഞ്ഞു, പാദസരം പൊട്ടി, പേഴ്സിൽ പൈസ ഇല്ല, മുട്ടക്കറി കഴിഞ്ഞു. അതൊക്കെ ഇങ്ങനെ വന്നു പെട്ടെന്ന്. കാല് മുറിഞ്ഞത് ആദ്യമേ പറഞ്ഞ ശരിക്കും ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ ഞാൻ കിച്ചണില അപ്പൊ മുട്ടക്കറി കഴിഞ്ഞു. കാണുന്നത് പറയായിരുന്നു അല്ലേ? കാല് മുറിഞ്ഞു ശരിക്കായിട്ട് മുറിഞ്ഞിട്ടുണ്ടോന്ന്? അല്ല ഫസ്റ്റ് തന്നെ കാല് മുറിഞ്ഞു. കാല് നീ ശരിക്കും മുറിഞ്ഞേക്കുവാണോ? കാല് മുറിഞ്ഞു പറയുമ്പോ റിറ്റ് വരുതി അപ്പൊ തന്നെ അവിടുന്ന് കാല് മുറിഞ്ഞു. എന്തോ സിംഗം കൊണ്ടിട്ട് പാദസരം പൊട്ടി. റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല. എന്താന്നറിയോ, നോർമലി നമ്മള് കേൾക്കുന്ന പോലത്തെ സെന്റൻസുകളല്ല ചിന്നുന്റെ വന്നത്. അതുകൊണ്ട് എനിക്ക് ചിരി വന്നത്. എന്തൊക്കെയൊക്കെയോ പറയണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഞാൻ നോർമലാണെന്നല്ലേ? അതൊക്കെ ഉത്തരം കേട്ടപ്പോ പക്ഷെ കൊള്ളായിരുന്നു. നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അതെ ഇവർക്ക് വലിയ ഗുരുക്കന്മാരാ. സന്തോഷം.
ഇല്ല കറി ആവണേ ഉള്ളൂ. ആവണേ ഉള്ളൂ. മുട്ടക്കറി മുട്ടക്കറി കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി കഴിഞ്ഞില്ലേ? ആവണേ ഉള്ളൂ. അത് ശരിയാ. ഇപ്പൊ എന്താ കറി ആയിക്കൊണ്ടിരിക്കുന്ന കറി? കായ കായ. കായക്കറി. ശരി ഓക്കേ, ശരി. ഓക്കേ. അപ്പൊ ആവട്ടെ, നടക്കട്ടെ കേട്ടോ. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് നാളെ റെസ്റ്റ് വിളിക്കണം. എടുക്കാതായാലും നമുക്ക് നാളെ സംസാരിക്കാം. ഓക്കെ ചിന്നു, ശരി, താങ്ക് യു. ബൈ.